അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് നോവൽ. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കേരള ചരിത്രത്തെയും ജാതീയതയും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെയും തൊടുന്ന ഒരു നോവൽ. മറിയാമ്മ, ബിഗ്ഗമ്മച്ചി, ബിഗ്ഗപ്പച്ചൻ, ജോപ്പൻ, പീലിപ്പോസ് എന്നിങ്ങനെ മലയാളി പേരുള്ള കഥാപാത്രങ്ങൾ. അവരിലൂടെ 2 ലോകമഹായുദ്ധങ്ങളും ക്ഷാമകാലവും കൊളോണിയൽ കാലവും സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റ് സർക്കാരും നക്സലിസവും ഒക്കെ പ്രതിഫലിക്കപ്പെടുന്നു. ഇതെല്ലാം കോർത്തിണക്കപ്പെടുന്നത് ശക്തമായ വൈകാരികതയുടെ നൂലിലാണ്. ഒറ്റയടിക്ക് അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സും അതിലെ ഇംഗ്ലീഷിൽ നിറഞ്ഞു നിൽക്കുന്ന മലയാളവും ബേബി കൊച്ചമ്മയെയും വെളുത്തയെയും അമ്മുവിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ആഖ്യാനം. പറഞ്ഞു വരുന്നത് ഒബാമ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുത്ത ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിനെ കുറിച്ചാണ്. അമേരിക്കയിലെ മലയാളി ഡോക്ടറായ ഡോക്ടർ എബ്രഹാം വർഗീസിന്റെ നോവൽ പേരുപോലെ തന്നെ കേരളത്തിന്റെ വേരുകളുമായി ജലം കൊണ്ട് തീർക്കുന്ന ഒരു ഉടമ്പടിയാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരുടെ പ്രിയ നോവലായി ലോകത്തിലെ ബെസ്റ്റ് സെല്ലറായി തലപ്പൊക്കത്തോടെ നിൽക്കുകയാണ് എബ്രഹാം വർഗീസിന്റെ ഈ പുസ്തകം. അമേരിക്കൻ മലയാളി മാതാപിതാക്കളുടെ പുത്രനായി ജനിച്ച ഡോക്ടർ വർഗീസിന്റെ നോവൽ കേരളത്തിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാന കഥാപാത്രമായ മറിയാമ്മയുടെ 12 വയസ്സിൽ, അതായത് 1977 മുതലാണ് നോവൽ ആരംഭിക്കുന്നത്. 3 തലമുറകളുടെ കഥ പറയുകയാണ് 724 പേജുകളുള്ള ഈ നോവൽ. കോട്ടയം, ചങ്ങനാശ്ശേരി, കൊച്ചി, പുനലൂർ, വയനാട് തുടങ്ങിയ കഥാപശ്ചാത്തലങ്ങളെ ലോക സാഹിത്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണ് നോവൽ. പ്രണയത്തിന്റെയും ഏകാന്തതയുടെയും മരണത്തിന്റെയും പ്രതീക്ഷകളുടെയും മോഹഭംഗങ്ങളുടെയും കഥകളെ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളെന്ന പോലെ ജലം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ ഒരു സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ പിറന്ന മറിയാമ്മ എന്ന പെൺകുട്ടി തന്നെക്കാൾ 30 വയസ്സോളം മൂത്ത ഒരു വിഭാര്യനെ കല്യാണം കഴിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ വിരസതകൾക്കിടയിലും ആ കുടുംബത്തിന്റെ ബിഗ്ഗമ്മച്ചിയായി മാറി തറവാട് ഭരിക്കുന്ന മറിയാമ്മയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് കഥാപശ്ചാത്തലം. മറിയാമ്മയുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലോകമഹായുദ്ധങ്ങളും കൊളോണിയൽ കാലവും നോവലിൽ അടയാളപ്പെടുത്തുന്നത്. ബിഗ്ഗമ്മച്ചിയുടെ മകൻ ഫിലിപ്പോസിന്റെ സുഹൃത്ത് ജോപ്പൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് കേരളത്തിലെ പുലേ വിഭാഗം നേരിടുന്ന വിവേചനത്തിന്റെയും തൊഴിൽ ചൂഷണത്തിന്റെയും വികാര തീവ്രത വായനക്കാരിലെത്തുന്നത്. അപ്പൻ ചെയ്തു വന്നിരുന്ന അടിമവേലകൾ അയാളുടെ മരണശേഷം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച് ഇറങ്ങിപ്പോകുന്ന ജോപ്പനിൽ കഥാപാത്രം ഒരു നായക പരിവേഷം കൈവരിക്കുന്നുണ്ട്. കൊളോണിയലിസവും ലോകമഹായുദ്ധങ്ങളും കടന്ന് ക്ഷാമകാലവും അതിജീവിച്ച് ജീവിതം കരിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന നന്മയും തിന്മയുമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അല്ലാത്ത മനുഷ്യരാണ് നോവലിലുടനീളമുള്ളത്. കൊളോണിയൽ ഭരണകാലത്ത് എത്തിപ്പെട്ട വെള്ളക്കാരാകട്ടെ, കുഷ്ഠരോഗികളെ സഹായിക്കാൻ കേന്ദ്രം സ്ഥാപിക്കുന്ന സ്വീഡിഷ് ഡോക്ടറാകട്ടെ, എല്ലാ കഥാപാത്രങ്ങൾക്കും മനുഷ്യത്വവും ദയവും ഹീറോയിസവും പ്രദർശിപ്പിക്കാൻ നോവൽ അവസരം കൊടുക്കുന്നുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും അവരുടെ അന്തർസംഘർഷങ്ങളും വികസിക്കുന്നത് കൃത്യമായ ചരിത്ര പരിസരങ്ങളിൽ നിന്നുകൊണ്ടാണ്. സാമൂഹ്യവും ചരിത്രപരവും ശാസ്ത്ര സംബന്ധിയുമായുള്ള ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കാണ് ഓരോ കഥാപാത്രങ്ങളെയും നോവലിസ്റ്റ് ജീവൻ വെപ്പിച്ചുവിടുന്നത്. മാത്രവുമല്ല, കേരളത്തിന്റെ തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലകാലങ്ങളെ വളരെ മനോഹരമായാണ് നോവലിലുടനീളം അദ്ദേഹം സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ വീടുകളുടെ വാസ്തുവിദ്യ, പശ്ചിമഘട്ടത്തിലെ കോടമഞ്ഞ്, തീരപ്രദേശത്തെ കടൽക്കാറ്റ്, ബിഗ്ഗമ്മച്ചിയുടെ അടുക്കളയിൽ നിന്നുയരുന്ന കൂട്ടാന്റെ മണം എല്ലാം നോവൽ വായിക്കുന്ന അമേരിക്കക്കാരനെ കൊണ്ട് വരെ അനുഭവിപ്പിക്കുന്ന വിധത്തിലാണ് വിവരണം. പ്രഗത്ഭനായ ഡോക്ടറായതുകൊണ്ട് തന്നെ വർഗീസ് വൈദ്യശാസ്ത്രത്തിന്റെ വികാസത്തിനും ചരിത്രത്തിനും കേരളത്തെ ബാധിച്ച മഹാമാരികളുടെ വിവരണത്തിനും നോവലിൽ സവിശേഷമായി ഇടം കൊടുത്തിട്ടുണ്ട്. സങ്കീർണമായ രോഗചികിത്സയുടെ വിവരണങ്ങൾ പോലും ഭാഷയുടെ വഴക്കം കൊണ്ട് വർഗീസ് നോവലിൽ ആസ്വാദികരമാക്കിയിട്ടുണ്ട്. മനുഷ്യരുടെ രോഗാവസ്ഥ, അതിനുള്ള ചികിത്സകൾ തുടങ്ങിയ അല്പം ഡ്രൈ എന്ന് തോന്നുന്ന വിഷയങ്ങളെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള തന്റെ ആഴത്തിലുള്ള അറിവുകൊണ്ടും ഭാഷയുടെ ഒഴുക്കുകൊണ്ടും വളരെ ഹൃദ്യമായാണ് വർഗീസ് നോവലിൽ വിവരിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ബെസ്റ്റ് സെല്ലറായി മാറിയ പുസ്തകം പക്ഷേ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ പോലെ ഇന്ത്യയുടെ ഇരുണ്ട ചരിത്രത്തെ കൂടി തൊടുന്ന സങ്കീർണമായ ചരിത്ര വിവരണമല്ല ഉൾക്കൊള്ളുന്നത്. മറിച്ച് ഏഷ്യൻ വിരുദ്ധ വിദ്വേഷത്തിന്റെയും ഇസ്ലാമോഫോബിയയുടെയും വംശീയതയുടെയും തീവ്ര വലതുപക്ഷ ഭരണത്തിനെതിരായ ആഗോള വിമർശനത്തിന്റെയും കാലത്ത് ഇന്ത്യയോടും പ്രത്യേകിച്ച് കേരളത്തോടും സുഖമുള്ള ഒരു സ്നേഹം തോന്നുന്ന വിവരണമാണ് നോവലിന്റേത്. ജുംബ ലാഹരിയുടെ ദി നെയിം സേക്കുമായും അരുന്ധതി റോയുടെ ബുക്കർ സമ്മാനം നേടിയ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സുമായും ഒക്കെയാണ് വർഗീസിന്റെ നോവൽ താരതമ്യപ്പെടുത്തുന്നത്. ഈ പുസ്തകങ്ങളെക്കാളൊക്കെ ലൈറ്റായ ഒരു അനുഭവമാണ് ദി കവനന്റ് ഓഫ് വാട്ടർ നൽകുന്നത്. മുറിവേറ്റ തകർന്ന ഹൃദയങ്ങളെ, ഭൂപ്രദേശങ്ങളെ, ചരിത്രഘട്ടത്തെ ഒരു ഡോക്ടറിന്റെ അലിവോടെയും വൈദഗ്ധ്യത്തോടെയും നോക്കാനുള്ള ഉൾക്കാഴ്ച വായനയ്ക്ക് ശേഷവും നോവൽ വായനക്കാരിൽ അവശേഷിപ്പിക്കുന്നു.